സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട്. വിവരങ്ങളുമായി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മാനസ, നേരത്തെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു, ഇപ്പോൾ അത് 3 ജില്ലകളിൽ റെഡ് അലർട്ടായി മാറിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മറ്റെന്തെങ്കിലുമൊക്കെ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ടോ? തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കാലവർഷം കനക്കും എന്ന് തന്നെയായിരുന്നു പ്രവചനം. അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതും. ഇന്ന് അല്പസമയം മുൻപ് 1 മണിയോട് വന്ന മുന്നറിയിപ്പിൽ 6 ജില്ലകളിലായിരുന്നു ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നതെങ്കിൽ 1:30 ആ 6 ജില്ലകളിൽ നിന്ന് 3 ജില്ലകൾ റെഡ് അലർട്ടിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിതീവ്ര മഴ തുടരും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നതും. ഒപ്പം നിലവിൽ ജൂൺ 5 വരെയുള്ള മഴ മുന്നറിയിപ്പാണ് നൽകി മധ്യ വടക്കൻ ജില്ലകളിലാണ് മഴ ശക്തമാവുക എന്ന മുന്നറിയിപ്പാണ് ഈ മുന്നറിയിപ്പിലൂടെ വ്യക്തമാകുന്നതും. ഒപ്പം തന്നെ ഈ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് ഉണ്ട്. ഈ മറ്റ് 3 ജില്ലകളിൽ, അതായത് നേരത്തെ പ്രഖ്യാപിച്ച 6 ജില്ലകളിൽ 3 ജില്ലകൾ, ഈ കോഴിക്കോട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. മറ്റ് 3 ജില്ലകളിൽ ഇടുക്കി, പാലക്കാട്, അതോടൊപ്പം തന്നെ വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. ഒപ്പം തന്നെ ബാക്കിയുള്ള 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്, അതായത് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് തുടരും എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ നാളെയും മറ്റന്നാളുമായും ഈ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയും പാലിക്കണമെന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. മലയോര മേഖലകളിലും അതീവ ജാഗ്രത തുടരണം, തീരദേശ മേഖലയിലും അതീവ ജാഗ്രത തുടരേണ്ട സാഹചര്യമാണ് മുന്നോട്ട് ഉള്ളത്. ഒപ്പം തന്നെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. നിലവിൽ കേരള തീരത്ത്, അറബിക്കടലിൽ, കേരള തീരത്തിന് അരികെയായി ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ തെക്ക് മുൻകാലങ്ങളിലൊക്കെ മുൻ വർഷങ്ങളിൽ ഈ കോഴിക്കോട്, മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ ഉരുൾപൊട്ടലിന്റെ സാധ്യതയുള്ള ജില്ലകൾ കൂടിയാണ്. മുൻകാലങ്ങളിൽ അത് കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ഉരുൾപൊട്ടലിന്റെ ഒരു സാധ്യതയെക്കുറിച്ചോ മറ്റെന്തെങ്കിലും കാലാവസ്ഥാ വകുപ്പ്, അതിശക്തമായ മഴ, കഴിഞ്ഞ വർഷങ്ങളിലേക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം, അത്തരത്തിലേതെങ്കിലും മുന്നറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ടോ? അതുതന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നതും. ഈ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ കണക്കിലാക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത തുടരണം എന്ന് തന്നെ പറയുന്നത്. നിലവിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ മലയോര മേഖലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. മലയോര മേഖലകളിലും ഒപ്പം മലയോര ജില്ലകളിലും അതിശക്തമായ മഴ ഉണ്ടാകും. ഈ മഴ ശക്തമാകുന്നതോടുകൂടി ഉരുൾപൊട്ടൽ സാധ്യത വലിയ രീതിയിൽ കണക്കിലെടുക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത തുടരണം. ഒപ്പം തന്നെ ഈ രാത്രി യാത്രകൾ പോലുള്ള കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും ജാഗ്രത തുടരണം എന്ന് തന്നെയായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയത്. നിലവിൽ ഇപ്പോൾ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മലയോര ജില്ലകൾ, അതായത് കോഴിക്കോട്, കഴിഞ്ഞ തവണയും കഴിഞ്ഞ കാലവർഷങ്ങളിലൊക്കെയും കോഴിക്കോട്, മലപ്പുറം, ഒപ്പം തന്നെ കോട്ടയം, ഇടുക്കി, കഴിഞ്ഞ തവണ ഈ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അതീവ ജാഗ്രതയോടെ തന്നെ ഈ പൊതുജനങ്ങൾ, ഈ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ മുന്നോട്ട് പോകണമെന്ന് വ്യക്തമാക്കുന്നത്.